നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രോഗങ്ങൾ വരാം, മനുഷ്യന് വരാം, മൃഗങ്ങൾക്ക് വരാം, ചെടികൾക്ക് വരാം. പക്ഷേ മൃഗങ്ങൾക്കും മനുഷ്യർക്കും വരുന്നത് പോലെയല്ല ചെടികൾക്ക്, വിശിഷ്യ നമ്മുടെ കാർഷിക വിളകൾക്ക് രോഗം വന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു കർഷകൻ 10 തെങ്ങിൻ തൈകൾ നട്ടു. അതിന് സ്ഥിരമായി വെള്ളവും വളവും മറ്റു പരിപാലനങ്ങളും കൊടുക്കുന്നുണ്ട്. 7 വർഷം ആകുമ്പോൾ അത് പൂത്തുലഞ്ഞ് കായ്ക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം കൂമ്പുചീയൽ വന്നു. കൂമ്പുചീയൽ വന്നാൽ നമുക്കറിയാം, തെങ്ങ് തന്നെ അപ്പാടെ നശിച്ചു പോകും. ആ ഒരു സാഹചര്യത്തിൽ ഈ കർഷകൻ്റെ കഴിഞ്ഞ 7 വർഷത്തെ വിയർപ്പും സമയവും പണവും എല്ലാം നഷ്ടമാവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ഈ രോഗം ഏത് രോഗമാണെന്ന് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം? ഇതൊക്കെയാണ് ഇന്നത്തെ കൃഷിദർശനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഒട്ടുമിക്ക വിളകളിലും പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കർഷകർക്ക് ഇന്നത്തെ നമ്മുടെ അതിഥിയോട് സ്ക്രീനിൽ തെളിയുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്കിന്ന് എത്തിയേക്കുന്ന അതിഥി വെള്ളായണി കാർഷിക കോളേജിലെ ദക്ഷിണ കേരള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന അതിൻ്റെ മേധാവി ഡോക്ടർ കെ ഉമാമഹേശ്വരൻ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. സാർ, നമുക്ക് മനുഷ്യർക്കാണെങ്കിൽ ജലദോഷം വരും. അത് വൈറസ് കൊണ്ടുവരും. ചിലപ്പോൾ ന്യൂമോണിയ വരും. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഇതേപോലെ സസ്യങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത്? സസ്യങ്ങൾക്ക് മനുഷ്യരിൽ ഉള്ള പോലെ തന്നെ സസ്യങ്ങളിലും ഈ രോഗാണുക്കൾ തന്നെയുണ്ട്. അതായത് കുമിളുകളുണ്ട്, ബാക്ടീരിയ ഉണ്ട്, വൈറസുകളുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഫൈറ്റോപ്ലാസ്മയുണ്ട്, വൈറോയിഡ്സ് ഉണ്ട്. മനുഷ്യരിൽ കാണാത്ത പല രോഗാണുക്കളും സസ്യങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഇവയെല്ലാം സസ്യങ്ങളിലെ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളാണ്. സർ, ഇങ്ങനെ നമ്മൾ ഒരു തോട്ടം, ഒരു കൃഷിത്തോട്ടം, അത് നമ്മൾ നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും? രോഗാണുക്കൾ പല തരത്തിലാണ് വരുന്നത്. കാരണം പ്രധാനമായിട്ടും അത് കാറ്റിൽ കൂടെ വരാം, മണ്ണിലുണ്ടാകാം, അതുപോലെ തന്നെ പിന്നെ മഴയിൽ കൂടെ വരാം. അങ്ങനെ പലതരത്തിലാണ് രോഗാണുക്കൾ സസ്യങ്ങളെ ബാധിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് മണ്ണിൽ ആണ് സൂക്ഷ്മാണുക്കൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പോരാത്തതിന് കാറ്റിൽ കൂടെ വരാം. പിന്നെ കീടങ്ങൾ മുഖാന്തരവും രോഗാണുക്കൾ സസ്യങ്ങളിൽ എത്തിച്ചേരാം. അങ്ങനെ സസ്യങ്ങളിൽ രോഗം വന്നു ചേരാം. സർ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളയാണ് തെങ്ങ്. ഈ തെങ്ങിന് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ രോഗങ്ങളിലൊന്നാണ് കൂമ്പുചീയൽ. അതെ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട്? അത് കൂമ്പുചീയൽ വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ വന്ന തെങ്ങിനെ രക്ഷിക്കാനായിട്ട് ഒരു കർഷകന് എന്തൊക്കെ മുൻകരുതൽ എടുക്കാം? തെങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂമ്പുചീയൽ രോഗം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗം. അത് ഉണ്ടാക്കുന്നത് ഒരു കുമിൾ തന്നെയാണ്. ഫൈറ്റോപ്തോറ പാമിവോറ എന്ന് പറയുന്ന ജനസിൽപ്പെട്ട കുമിളുകളാണ് ഈ തെങ്ങിൻ്റെ കൂമ്പുചീയൽ രോഗമുണ്ടാക്കുന്നത്. അത് കൂമ്പിൻ്റെ ആദ്യത്തെ ലക്ഷണം, ഇത് ശരിക്കും ഒരു രോഗം കാണുന്നത് അതിൻ്റെ രോഗലക്ഷണം കൊണ്ടാണ്. അതിൻ്റെ രോഗഹേതു എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കുമിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫൈറ്റോപ്തോറ പാമിവോറ എന്ന് പറയുന്ന കുമിളാണ്. അത് ആദ്യത്തെ അതിൻ്റെ ലക്ഷണം എന്ന് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ നാമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നാമ്പ് വിളറി ഒടിഞ്ഞു തൂങ്ങുക എന്നാണ് ആദ്യത്തെ പ്രാരംഭ രോഗലക്ഷണം. അതിനുശേഷം മാത്രമാണ് അതിൻ്റെ കൂമ്പ് അഴുകുന്നത്. അപ്പോൾ ഈ ഒടിയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ തെങ്ങിനെ രക്ഷിക്കാൻ? തീർച്ചയായിട്ടും നമ്മൾ ഈ ഒടിയുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ആ മണ്ട എടുത്ത് കളഞ്ഞിട്ട് നാമ്പോല എടുത്ത് മാറ്റിയതിന് ശേഷം, ഇതിൻ്റെ ശരിക്കും ഒരു മുകുളമാണ് തെങ്ങിനുള്ളത്. അത് വളരെ ആഴത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ നാമ്പോല മാറ്റിയാൽ പോലും അതിൻ്റെ നാമ്പ് ഏറ്റവും താഴെയാണ് ഇരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ആ നാമ്പ് ഒരു കാരണവശാലും കുമിൾ കൊണ്ട് നശിക്കുകയില്ല പ്രാരംഭ ദിശയിൽ തന്നെ. അപ്പോഴും നമ്മൾ നിയന്ത്രണ മാർഗം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ തെങ്ങിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വന്ന ഭാഗത്തിനെ നമ്മൾ മുറിച്ചു മാറ്റിയതിന് ശേഷം വേണം
ഒരു കുമിൾനാശിനി ആയിട്ടുള്ള പ്രധാനമായിട്ടും നമുക്ക് പിന്നെ കുമിൾനാശിനി കൊടുക്കുന്നത് ബോഡോ കുഴമ്പാണ്. ബോഡോ കുഴമ്പ് തേച്ച് അതിനെ ഭദ്രമായിട്ട് ഒന്നുകിൽ ഒരു പ്ലാസ്റ്റിക് തൊട്ടി കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും വായുസഞ്ചാരം ലഭിക്കത്തക്കവണ്ണം സുഷിരം കൊടുത്ത പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് തൊട്ടിയോ കമത്തി വെച്ച് കഴിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നീങ്ങും. അതോടൊപ്പം തന്നെ മറ്റുള്ള ഇലകളിലും പിന്നെ ബോഡോ മിശ്രിതം തളിക്കണം. അപ്പോൾ ബോഡോ കുഴമ്പും ബോഡോ മിശ്രിതവും ഉണ്ടെങ്കിൽ തന്നെ ഈ രോഗത്തെ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. സാർ, ഇപ്പോൾ ഒരു തോട്ടത്തിൽ കുറേ തെങ്ങുകളുണ്ടാവും, ഒരെണ്ണത്തിന് നമ്മൾ കൂമ്പ് ചെയ്യൽ കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാത്രം ഈ ബോഡോ സംരക്ഷിച്ചാൽ പോരാ, അല്ല അതിന് ചുറ്റിനുമുള്ള എല്ലാ തെങ്ങുകൾക്കും ബോഡോ മിശ്രിതം അടിക്കണം. ബോഡോ കുഴമ്പ് തേക്കുന്നത് പിന്നെ രോഗം വന്ന തെങ്ങിനാണ് ബോഡോ കുഴമ്പ്. അതായത് മണ്ട വൃത്തിയാക്കി ചെത്തിയതിന് ശേഷം ബോഡോ കുഴമ്പ് തേച്ചതിന് ശേഷം അതിൻ്റെ ഓലകളിലും ഈ ബോഡോ മിശ്രിതം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം. ഈ ബോഡോ കുഴമ്പ് എന്ന് വെച്ചാൽ 10% വീര്യമുള്ളതാണ്, 10 ഇരട്ടി സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഈ ബോഡോ കുഴമ്പ്. അതേസമയം 1% വീര്യമുള്ള ബോഡോ മിശ്രിതമാണ് മറ്റ് ഇലകളിലും മറ്റ് തെങ്ങിലും രോഗം വരാത്ത മറ്റ് തെങ്ങുകളിലും സംരക്ഷിക്കാൻ വേണ്ടി അത് നമ്മൾ ചെയ്യുന്നത്. സാറ്, നമുക്ക് വർഷത്തിൽ 12 മാസമുണ്ട്. അപ്പോൾ ഏത് സമയത്താണ് ഈ കൂമ്പ് ചെയ്യൽ സാധാരണയായിട്ട്? ശരിക്കും മഴയുടെ ആരംഭത്തിൽ കൂടെയാണ്. മഴയുടെ രണ്ടും ഇതുണ്ട്. മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 2 മൺസൂൺ ഉണ്ട്. അതിനുശേഷമാണ് ഈ മഴ വന്നതിന് ശേഷമാണ് ഈ രോഗത്തിൻ്റെ രൂക്ഷത കൂടുന്നത്. കാരണം ഈ കുമിളുകൾ സാധാരണ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ രോഗാണുവിൻ്റെ ആക്രമണം വളരെ കൂടുതലായിട്ട് കാണുന്നത്. ആയതുകൊണ്ട് തന്നെ മഴക്കാലത്താണ് ഈ രോഗം വളരെ രൂക്ഷമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് കൂമ്പ് ചെയ്യൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഓല ചെയ്യലുമുണ്ട്. ഇത് രണ്ട് കുമിളുകളാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കർഷകൻ എന്ന നിലയിൽ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ചീഞ്ഞത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. അപ്പോൾ ഈ ഓല ചെയ്യലാണോ കൂമ്പ് ചെയ്യലും എങ്ങനെയാണ് സാർ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കൂമ്പ് ചെയ്യലിൻ്റെ ആദ്യത്തെ പ്രാരംഭ ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ നാമ്പോല വിളറി ഒടിഞ്ഞു തൂങ്ങി നിൽക്കുക എന്നുള്ളതാണ്. അതേസമയം ഓല ചെയ്യലാണെങ്കിൽ അതിൻ്റെ നാമ്പല അഴുകി അങ്ങനെ തന്നെ നിൽക്കും, നാമ്പല തന്നെ അഴുകി നിൽക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ വ്യത്യാസം. അതോടൊപ്പം തന്നെ നാമ്പലയ്ക്ക് ചുറ്റിനുമുള്ള മറ്റ് ഇലകൾക്കും ഈ അഴുകലിൻ്റെ ലക്ഷണങ്ങൾ കാണും ഈ ഓല ചെയ്യൽ രോഗത്തിന്. അതേസമയം കൂമ്പ് ചെയ്യൽ രോഗത്തിന് കൂമ്പ് മാത്രമേ ചീഞ്ഞിരിക്കുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ രണ്ടാണ്, 2 കുമിളാണ്. അപ്പോൾ രണ്ടിനും പ്രത്യേകം കുമിൾനാശിനി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മറ്റേത് കൂമ്പ് ചെയ്യൽ ഫൈറ്റോഫ്തോറ നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ തുരിശടങ്ങിയ കുമിൾനാശിനിയാണ് ചെയ്യുന്നത്. അതേസമയം ഓല ചെയ്യലുണ്ടാക്കുന്ന മറ്റു കുമിളുകളെ ഏകദേശം ഒരു 3-4 കുമിളുകളാണ് ഓല ചെയ്യൽ രോഗമുണ്ടാക്കുക. അതിന് നമുക്ക് പ്രത്യേകം മരുന്ന് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് വേണ്ടി ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗം വന്ന ഭാഗങ്ങളെ മുറിച്ചു മാറ്റി നശിപ്പിച്ചതിന് ശേഷം അതിന് കോണ്ടാഫ് എന്ന് പറയുന്ന കുമിൾനാശിനിയുണ്ട്. കോണ്ടാഫ് ഹെക്സകോണസോൾ എന്ന് ശാസ്ത്രനാമത്തിലുള്ള കുമിൾനാശിനിയാണ് കോണ്ടാഫ്. അത് 2 മില്ലി 300 മില്ലി വെള്ളത്തിൽ 2 മില്ലി 300 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നാമ്പലയ്ക്ക് ചുറ്റിനുമുള്ള 2 ഇലക്കകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഫലപ്രദമായ നിയന്ത്രണ മാർഗം. അത് രോഗത്തിൻ്റെ രൂക്ഷതയനുസരിച്ച് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 45 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ആവർത്തിക്കണം. ഇതിനുപരി ഇൻഡോഫിലം 45 എന്ന് പറയുന്ന കുമിൾനാശിനിയും 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ കലക്കി മറ്റുള്ള ഇലകളിൽ തളിക്കുകയോ അല്ലെങ്കിൽ ചെറിയ സാഷ കെട്ടി ഒരു 10 ഗ്രാം മാംഗോസെബ് അല്ലെങ്കിൽ ഇൻഡോഫിലാം 45 സാഷെ ഈ സുഷിരമുള്ള സാഷ കെട്ടി തെങ്ങിൻ്റെ മടലിൽ കെട്ടിത്തൂക്കി നാമ്പലയ്ക്ക് ചുറ്റിനുമുള്ള ഭാഗത്ത് ഇടുകയാണെങ്കിലും ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കും. സാർ, നമുക്കൊരു കോളുണ്ട്, അതിനുശേഷം പരിപാടി. കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ. ഇത് ചങ്ങനാശ്ശേരിയിൽ പശുവിദ്യയും വിളിക്കുന്നത്. അത് നമ്മുടെ വിഷയം അറിയാമല്ലോ. വിഷയം ഞാനിപ്പോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന പപ്പായെ കുറിച്ചാണ്. സാറിനോട് അത് ചോദിച്ചോളൂ. സാർ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറയും. സാർ, വീട്ടിൽ ഇങ്ങനെ പപ്പായ 2-3 പപ്പായ ഉണ്ട്. പക്ഷെ ആ പപ്പായ കുറച്ച് കാഴ്ച കഴിയുമ്പോൾ അത് പോവുകയും പുതിയ പപ്പായ വീണ്ടും വരികയും ചെയ്യും. പക്ഷെ പപ്പായ ഇപ്പൊ കണ്ടുവരുന്നത് എന്താന്ന് പറഞ്ഞാൽ പപ്പായ ആദ്യത്തെ കായ്ഫലമൊക്കെ നല്ല പപ്പായ ആയിരിക്കും. അത് കഴിഞ്ഞു കഴിയുമ്പം ഇത് ആകെ ചെറുതായിട്ട് ഷേപ്പ്ലെസ് ആയിട്ട് അത് ഉപയോഗമില്ലാതെ ഗുണമില്ലാതെ പോകുന്നു. അതിപ്പോ വ്യാപകമാണ്. ഇപ്പൊ എന്റെ പുരയിടത്ത് തന്നെയല്ല, നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ തന്നെ പലയിടത്തും നമ്മളിത് കണ്ടുവരുന്നുണ്ട്. അത് വന്നൊരു രോഗമോ അല്ല എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ സാറിന്. പപ്പായ കേടായി പോകുന്നുണ്ടോ?
കേടാവുന്നുണ്ട്. അതായത് സാധാരണ ആദ്യം വരുമ്പോ നല്ല പഴുത്ത് നല്ല മഞ്ഞ കളറിലൊക്കെ പപ്പായ ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇപ്പൊ ആ മഞ്ഞ കളറായിട്ട് വരുന്നില്ല, ഒരുമാതിരി ചുങ്ങി പോകുന്ന പോലെ പോവാണ്. ആണോ? അതിന്റെ തൊലിപ്പുറത്ത് എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ഒരു ചാര നിറത്തിലുള്ള കുമിൾ, അതൊരു കുമിളാണ്. കുമിൾ ബാധ കൊണ്ടാണ് ഇത് അങ്ങനെ ഉണ്ടാകുന്നത്. അതിനൊരു കാര്യം ചെയ്യുക, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ ബോഡോ മിശ്രിതം ഏറ്റവും നല്ലതാണ്. ബോഡോ മിശ്രിതം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഏറ്റവും നല്ലതാണ്. അത് പിഞ്ചായി വരുന്ന സമയത്ത് തന്നെ ഈ കുമിൾനാശിനി തളിക്കുകയാണെങ്കിൽ, 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ നമുക്ക് ഒഴിവാക്കാനും നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും. അത് ചെയ്യും. ഒരു സംശയം ഡോക്ടർ, പറയും. ഈ പേരയുണ്ട്, പേരയ്ക്കും ഇതേപോലെ സംഭവിക്കുന്നുണ്ട്. എന്താണ്? പേര ആദ്യം നല്ല നമ്മളെ നട്ട ആദ്യം കായ്ഫലം വരുമ്പോൾ നല്ല മുഴുത്ത പേരയ്ക്ക വരും, നല്ല മധുരം. അത് കഴിഞ്ഞ് ഒരു 1-2 കായ്ഫലം കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ അത് വെറും കറുത്ത രൂപത്തിലായിട്ട് ഉണങ്ങിപ്പോകുന്ന ഒരു പ്രവണത. അതിന്റെ കറുത്ത പുള്ളികൾ വന്ന് കുഴിഞ്ഞ പാടുകൾ വന്നിട്ടാണോ അഴുകിപ്പോകുന്നത്? അതും ഇത് ഏകദേശം ഒരുപോലെ അല്ല, 2 തരത്തിലുള്ള കുമിളുകളാണ് ഇതിന്റെ രോഗഹേതുക്കൾ. ഇപ്പം പേരയിൽ പറഞ്ഞ രോഗഹേതു വേറെയാണ്, പപ്പായയിൽ പറഞ്ഞ രോഗഹേതു വേറെയാണ്. ഇപ്പൊ പേരയിലാണെങ്കിൽ ഈ പിഞ്ചായിരിക്കുന്ന സമയത്ത് തന്നെ പൂത്ത് കാ പിടിച്ചതിന് ശേഷം പച്ച നിറമായിരിക്കുമല്ലോ, ആ സമയത്ത് വേണം ഈ കുമിൾനാശിനി കൊടുക്കേണ്ടത്. അതായത് ഞാൻ പറയുന്ന കുമിൾനാശിനിയായിട്ടുള്ള കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്ന കുമിൾനാശിനി നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. അത് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കി ഇത് പേര പിഞ്ചായിരിക്കുന്ന സമയത്ത് തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഹലോ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സർ. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ തെങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഈ തെങ്ങില് ഈയിടെ കാണുന്ന വേറൊരു പ്രശ്നം. പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് ഇത് ഇത്രയും വ്യാപകമായി വരുന്നത്. ഇലകൾ മഞ്ഞളിക്കുന്നു. അതുവരെ കായ്ച്ചുകൊണ്ടിരുന്ന തെങ്ങിന്റെ മച്ചിങ്ങ പൊഴിയുന്നുണ്ട്, പിന്നെ കായ്ഫലം നഷ്ടപ്പെടുന്നുണ്ട്, അതിന്റെ തലയുടെ കനം കുറയുന്നുണ്ട്, തെങ്ങ് തന്നെ ചിലപ്പോൾ നശിച്ചു പോകുന്നുണ്ട്. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ശരിക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 2 കുമിൾ രോഗത്തിന് ഉപരിയായിട്ടുള്ള മറ്റ് രോഗലക്ഷണങ്ങൾ കാണുന്നത് ഈ സൂക്ഷ്മ മൂലകങ്ങളുടെയും അതായത് അടിസ്ഥാന മൂലകങ്ങളുടെയും അഭാവം കൊണ്ട് തന്നെയാണ് ഈ മഞ്ഞളിപ്പുണ്ടാകുന്നത് പ്രാഥമികമായിട്ട്. അത് ശരിക്കുള്ള സംയോജിതമായിട്ടുള്ള വളപ്രയോഗം നടത്തുക. ജൈവവളമാകട്ടെ രാസവളമാകട്ടെ, ഒരു തെങ്ങിന് ലഭ്യമാകേണ്ട വളങ്ങൾ യഥാസമയം, അതായത് 2 ഗഡുക്കളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും. അത് യഥാസമയം നമ്മൾ ജൈവവളമാകട്ടെ രാസവളമാകട്ടെ ഒരു തെങ്ങിന് കിട്ടേണ്ട എല്ലാ വളങ്ങളും സംയോജിതമായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാലും, അതോടൊപ്പം തന്നെ നമ്മൾ സംയോജിതമായിട്ടുള്ള രോഗകീട നിയന്ത്രണം യഥാസമയം എടുക്കുകയാണെങ്കിലും ഈ മഞ്ഞളിപ്പ് രോഗം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിനുപരി കുമ്മായം, അതോടൊപ്പം തന്നെ ഈ മഞ്ഞളിപ്പ് ഉണ്ടാകാൻ പ്രധാന ഇത് മഗ്നീഷ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ പിന്നെ കൂടെ ഒരു തെങ്ങൊന്നിന് 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മഞ്ഞളിപ്പ് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. സാർ ഇത്രയും പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം. സാർ, നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം വരാം ചർച്ചയിലേക്ക്. കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സാർ, ഞാൻ കോഴിക്കോട് നിന്ന് സംസാരിക്കുന്നേ. ആരാണ്? പേര് പറയൂ. ലക്ഷ്മി, കോഴിക്കോട് നിന്ന്. ഇന്നത്തെ വിഷയം അറിയാലോ? അറിയാം സാർ. എന്നാ സാറിനോട് ചോദിച്ചോളൂ. പറയൂ ലക്ഷ്മി, പറയൂ. ഞാൻ ഇത് എല്ലാ മലക്കറിയും നടുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് വളർന്നതിന് ശേഷം അതെല്ലാം കംപ്ലീറ്റ് നശിച്ചു പോവുകയാണ്. എന്ത് പച്ചക്കറി ചെടി നമ്മൾ വിചാരിക്കും പോലെ അത് വളരുന്നില്ല. ഒന്നുകിൽ അത് വാടി കരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല ഒന്നും നട്ടിട്ട്. മണ്ണ് ശരിക്കും പരിശോധിച്ചിട്ടാണോ ചെയ്തത്? ഇല്ല സാർ, അത് കൃഷിയോടുള്ള താല്പര്യത്തില് അടിവളം എന്തൊക്കെ കൊടുത്തു? അടിസ്ഥാന വളങ്ങൾ എന്തൊക്കെ കൊടുത്തു? മണ്ണിൽ നടുന്നതിന് മുമ്പേ സസ്യം അല്ലെങ്കിൽ ചെടികൾ നടുന്നതിന് മുമ്പേ മണ്ണിൽ എന്താണ് അടിവളമായിട്ട് കൊടുത്തത്? ഒന്നും ചെയ്തില്ല സാർ. നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ, അതുപോലെ സസ്യങ്ങൾക്കും ആഹാരം വേണ്ടതായിട്ടുണ്ട്. ആയതുകൊണ്ട് അടിവളം കൊടുക്കുക. പ്രധാനമായിട്ടും ജൈവവളം തന്നെയാണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഉണക്കിപ്പൊടിച്ച ഉണക്കിപ്പൊടിച്ച ചാണകം, കോഴിവളങ്ങൾ കിട്ടും. നമ്മുടെ കോഴി ഫാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോഴിവളം കിട്ടും. ഇതൊക്കെയാണ് അടിസ്ഥാന വളങ്ങൾ, ജൈവവളങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ കരിയിലയും ബാക്കിയുള്ളതിലായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. മണ്ണിര കമ്പോസ്റ്റ് ഇപ്പോൾ ലഭ്യമാണ്.
അപ്പോൾ ഇതെല്ലാം അടിവളമായിട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സസ്യങ്ങൾ നടാൻ. അപ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ലഭിക്കുന്നത് മണ്ണിൽ കൂടെയാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ ആവശ്യമായിട്ടുള്ള പോഷകമൂല്യങ്ങൾ കൊടുക്കണം. അതിനവയ്ക്ക് വേണ്ടിയാണ് ജൈവവളങ്ങളായിട്ടുള്ള പിന്നെ ചാണകപ്പൊടി, അതുപോലെ തന്നെ കോഴിവളം, അതുപോലെ തന്നെ ആട്ടിൻ്റെ വളം, ഇതെല്ലാം നല്ലത് തന്നെയാണ്. നല്ല പോഷകങ്ങളുള്ള ജൈവവളങ്ങളാണ്. അത് ആദ്യം അടിസ്ഥാന മണ്ണിന്റെ അടിയിൽ അത്ര ഒരുമാതിരി ചുമന്ന പുഴുവാണ്. പുഴുവാണോ? അത് മണ്ണൊന്ന് ഇളക്കിയിട്ടാൽ മതി. നല്ല വേനൽക്കാലത്ത് പിന്നെ മണ്ണൊന്ന് നല്ലോണം ഒരു പിക്കാക്സ് കൊണ്ടോ നല്ലോണം ഇളക്കി മറിച്ച് ഇടുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള പുഴുക്കളെല്ലാം നശിച്ചോളും. പുഴുക്കളും കീടങ്ങളും രോഗകാരികളായിട്ടുള്ള കുമിളുകളും ബാക്ടീരിയകളെല്ലാം നശിക്കും. അതിനുശേഷം ഇതിലേക്ക് കൂടുതലായിട്ട് പിന്നെ ജൈവത്തിൻ്റെ അംശം കൊടുക്കുക. അതോടൊപ്പം തന്നെ മണ്ണിലുണ്ടാകുന്ന രോഗാണുക്കളെ നിയന്ത്രിക്കാനായിട്ടുള്ള ഇപ്പോൾ ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ട്രൈക്കോഡർമ എന്ന് പറയുന്ന, അതായത് പിന്നെ ചാണകം സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡർമ ഇപ്പം വിപണിയിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ ട്രൈക്കോഡർമ തന്നെ ലഭ്യമാണ്. അതും കൂടെ മണ്ണിലിട്ട് ഇളക്കിയതിന് ശേഷം ചെടികൾ നടുകയാണെങ്കിൽ നല്ല ശക്തിയായിട്ട് ചെടികൾ വളരും, ഒരു കുഴപ്പമില്ലാതെ വരും. അങ്ങനെ ചെയ്യും. ഹലോ ലക്ഷ്മി, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സർ. നമുക്ക് ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ബാബു, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്നത്തെ വിഷയം അറിയാലോ? വിഷയം അറിയാലോ? വിഷയം അറിയാം. വിഷയം കണ്ടോണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടുത്തെ ഫോണിന്റെ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് സംസാരിക്കണം. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചേക്കാം. സാറിനോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ ബാബു, പറയൂ. ഹലോ സാറേ. പറയൂ. ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ തെങ്ങിന്റെ കുമിൾ രോഗത്തിന് മോഡോ മിശ്രിതം ബോഡോ കുഴമ്പോ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇത് എവിടാ സാറേ കിട്ടുന്നത്? ഈ ബോഡോ മിശ്രിതവും ബോഡോ കുഴമ്പും നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടതാണ്. അത് എവിടെയും കിട്ടില്ല, നമുക്ക് വാങ്ങാം. അപ്പം ബോഡോ കുഴമ്പ് പ്രിപ്പയർ ചെയ്യാം. അത് 1 ലിറ്റർ ബോഡോ കുഴമ്പ് എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എഴുതിയെടുത്തോളൂ. 1 ലിറ്റർ ബോഡോ കുഴമ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 100 ഗ്രാം തുരിശ്. എഴുതിയായിരുന്നു? 1 ലിറ്റർ. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, ഹലോ ബാബു. ഹലോ, ഹലോ, ഹലോ ബാബു. 100 ഗ്രാം തുരിശ്. അത് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക, നല്ലോണം പൊടിച്ച്. 1/2 ലിറ്റർ വെള്ളം. 100 ഗ്രാം തുരിശ്. അതുപോലെ തന്നെ 100 ഗ്രാം ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായം. 100 ഗ്രാം കുമ്മായം. അതും 1/2 ലിറ്റർ വെള്ളത്തിൽ. രണ്ടും പ്രത്യേകം 2 പാത്രങ്ങളിലായിട്ട്. പ്രത്യേകിച്ച് ഒരു ലോഹമടങ്ങിയ പാത്രം എടുക്കരുത്. പിന്നെ പ്ലാസ്റ്റിക് പിന്നെ മഗ്ഗിലോ അല്ലെങ്കിൽ പിന്നെ മൺചട്ടിയിലോ എടുക്കുക. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കിയ 1/2 ലിറ്റർ പിന്നെ തുരിശിന്റെ ലായനി ചുണ്ണാമ്പ് ലായനിയിലേക്ക് സാവകാശം ഒഴിക്കുക. എന്നിട്ട് നല്ലോണം കലക്കുക. ഇതാണ് 10% വീര്യമുള്ള ബോഡോ കുഴമ്പ്. 100 ഗ്രാം തുരിശും 1/2 ലിറ്റർ വെള്ളവും. വീണ്ടും 100 ഗ്രാം ചുണ്ണാമ്പും 1/2 ലിറ്റർ വെള്ളവും. രണ്ടും പ്രത്യേകം കലക്കിയതിന് ശേഷം ഇതാണ് 10% വീര്യമുള്ള ബോഡോ കുഴമ്പ്. ഇതാണ് ഇതിന്റെ പിന്നെ നമ്മൾ മുറിച്ച മുറിപ്പാടിൽ തേക്കേണ്ടത്. അതെ അതെ. മണ്ടരിയുടെ കാര്യം പറയട്ടെ. നമ്മൾ ആദ്യം കൊമ്പ് ചീയലിനെ കുറിച്ചാണല്ലോ പറയുന്നത്. മണ്ടരി മറ്റൊരു ഇതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. പിന്നെ ബോഡോ മിശ്രിതം ഉണ്ടാക്കുന്നത് അത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതമാണ്. അത് 10 ഗ്രാം ആണ്. അത് 10 ഗ്രാം തുരിശ് 1/2 ലിറ്റർ വെള്ളത്തിൽ, 10 ഗ്രാം ചുണ്ണാമ്പ് 1/2 ലിറ്റർ വെള്ളം. രണ്ടും പ്രത്യേകം കലക്കി തുരിശിന്റെ ലായനി ചുണ്ണാമ്പ് ലായനിയിലേക്ക് ഒഴിക്കണം. ഇതാണ് 1% വീര്യമുള്ള. ഇത് സ്പ്രേ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ബോഡോ കുഴമ്പ് മുറിപാടിൽ തേക്കാനാണ്. അതെ. ഹലോ ബാബു, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സർ. പറയാം. തെങ്ങിന് മഞ്ഞെളുപ്പ് വന്നു. അത് രോഗം കൊണ്ടാവാം, കീടം കൊണ്ടാവാം, പോഷകങ്ങളുടെ കുറവുണ്ടാവാം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇത് ശാസ്ത്രീയമായി പരിശോധിക്കാൻ മനുഷ്യർക്കാണെങ്കിൽ ലാബുകളുണ്ട്. അതുപോലെ എന്തെങ്കിലും കേരളത്തിലുണ്ട്? കേരളത്തിൽ തീർച്ചയായിട്ടും ലാബുകളുണ്ട്. വെള്ളായണി കാർഷിക കോളേജ് ഇപ്പം പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മണ്ണ് പരിശോധനാ ലാബുകൾ 14 ജില്ലകളിലുമുണ്ട്, 14 ജില്ലകളിലുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും മണ്ണ് പരിശോധനാ ലാബുകളുണ്ട്.
അവിടെ കർഷകർ പിന്നെ സോയിൽ സാമ്പിൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പിന്നെ മണ്ണ് പരിശോധിച്ച് അതിൻ്റെ മൂലകങ്ങൾ എന്തൊക്കെയാണ് കുറവെന്ന് അതനുസരിച്ചിട്ടുള്ള ശുപാർശകളും കൊടുത്ത് ഏതൊക്കെ വളം കൊടുക്കണം, ഏത് സമയത്ത് കൊടുക്കണം എന്നുള്ള ശുപാർശയും അതോടൊപ്പം കൊടുക്കുന്നുണ്ട്. സർ, ഇതേപോലെ തന്നെ ഒരു മാരകമായ രോഗമാണ് കാറ്റുവീഴ്ച. കാറ്റിൽ നിന്ന് എന്തോ വീണ് തെങ്ങ് നശിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ്? ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, എന്താണ് ഇത് ഉണ്ടാക്കുന്നത്? ഇതെങ്ങനെ ഒരു തെങ്ങിന് വരുന്നുണ്ട്? അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ? ശരിക്കും കാറ്റുവീഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ ചിഞ്ചു പറഞ്ഞതുപോലെ തന്നെ കാറ്റിൽ നിന്നും എന്തോ വീണതാണ്. കാറ്റിൽ നിന്നും വീണത് വേറൊന്നുമല്ല, അതിനെ രോഗവാഹികളായിട്ടുള്ള കീടങ്ങൾ വീണതുകൊണ്ടാണ് അതിനെ കാറ്റുവീഴ്ച എന്ന് പറയുന്നത്. രോഗവാഹികൾ വഹിച്ചുകൊണ്ട് വരുന്ന രോഗാണുക്കളെ പിന്നെ പരത്തുന്നതുകൊണ്ടാണ് അതിനെ കാറ്റുവീഴ്ച എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഫൈറ്റോപ്ലാസ്മ എന്ന് പറയുന്ന സൂക്ഷ്മാണുവാണ് ഈ രോഗഹേതു. അതിനെ പരത്തുന്നത് നമ്മുടെ പിന്നെ ലേസ്വിംഗ് ബഗ് എന്ന് പറഞ്ഞാൽ റേന്തപത്രകീടം എന്ന് പറയും, അതാണ് ഇത് പരത്തുന്നത്. അത് വീണതുകൊണ്ടാണ് ഇതിനെ കാറ്റുവീഴ്ച എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. 2-3 തരത്തിലാണ്. ഒന്ന്, രോഗം വന്നതിന് ശേഷം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പാടാണ്. എന്നിരുന്നാൽ പോലും അതിൻ്റെ രോഗപ്രതിരോധ ശേഷി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. എങ്ങനെ? അതിൻ്റെ യഥാസമയത്തുള്ള വളപ്രയോഗങ്ങൾ, യഥാസമയത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള രോഗകീട നിയന്ത്രണങ്ങൾ, ഇവയെല്ലാം അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അതിൻ്റെ രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് സങ്കര ഇനം തെങ്ങുകൾ ഇപ്പം നിലവിലുണ്ട്. അതും അതിപ്പോൾ ഡോർഫ് ആയിട്ടുള്ള കുറിയ ഇനം തെങ്ങുകളുണ്ട്. അതും നട്ട് കഴിഞ്ഞാലും ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. സർ, നമ്മൾ തെങ്ങിൽ നിന്ന് നമുക്ക് വാഴയിലേക്ക് വരാം. തീർച്ചയായിട്ടും. ഈയിടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്, വാഴയ്ക്ക് ഒരു മാരകമായ രോഗം വരാൻ പോകുന്നുണ്ട്. പനാമ വാട്ടം എന്നാണ് അതിന്റെ പേര്. അത് വന്നു കഴിഞ്ഞാൽ വാഴയ്ക്ക് പിന്നെ രക്ഷയില്ല, കേരളത്തിലെ വാഴ കൃഷി അപ്പാടെ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു കാടടച്ചുള്ള ഒരു വെടികണ്ട്. ഇതിൽ എന്തുമാത്രം സത്യമുണ്ട്? അതിൽ അങ്ങനെ സത്യം നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു രോഗമാണ്, അതിന് ഇല്ലെന്ന് പറയുന്നില്ല. പനാമ വാട്ടം എന്ന് പറയുന്ന ഒരു രോഗം തന്നെയാണ് വാഴയുടെ നേരത്തെ പറഞ്ഞ രോഗം. ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. അത് അല്പം മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വാഴയുടെ രോഗം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഈ പനാമ വാട്ടം പിന്നെ ഉണ്ടാക്കുന്നത് ഫ്യൂസേറിയം ഓക്സിസ്പോറം എന്ന് പറയുന്ന കുമിളുകളാണ്. അത് വാഴയുടെ കടഭാഗത്ത് ആക്രമിച്ച് വാഴയുടെ പിന്നെ മാണം അഴുകി അങ്ങനെ കടപുഴകി വീഴുകയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള രോഗലക്ഷണം. ഇത് മണ്ണിലാണ് സാധാരണയായിട്ട് ഈ വളം ഈ കുമിളുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വാഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നടുന്നതിന് മുമ്പ് തന്നെ അതിന് മുൻകരുതലുകൾ എടുക്കണം. അതായത് മാണം. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം മടങ്ങി വരാം. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി, എവിടെ നിന്ന് വിളിക്കുന്നു? ആലുവ, എറണാകുളം. നമ്മുടെ വിഷയം അറിയാലോ? എന്റെ റോസുകളിൽ ഒരു തരം പ്രാണി വന്നിരുന്ന് ആ ചെടിയുടെ പൂ നശിപ്പിക്കുന്നു. ഹലോ, അതാ ഞാൻ ഹലോ, നമ്മുടെ വിഷയവുമായി ഒതുങ്ങി നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലേ നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് തരാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ചോദിച്ചോളൂ. എന്റെ ചെടിയിലെ ഈ ചെടികളിലെ റോസാ പൂക്കള് ഒരു പ്രാണി വന്നിരുന്ന് നശിപ്പിക്കുന്നുണ്ട്. പറയൂ, അതാണോ പ്രശ്നം? ഹലോ. ശരിക്കും പലതരത്തിലുള്ള കീടങ്ങളും നമ്മൾ റോസാ ചെടിയിൽ കണ്ടുവരുന്നുണ്ട്. ചെറിയ പ്രാണികളുണ്ട്, മുട്ടയിട്ട് ചിത്രശലഭങ്ങളുണ്ട്, പുഴു ആയിട്ട് അതിൻ്റെ പൂക്കളും ഇലകളും നശിപ്പിക്കുന്നുണ്ട്. കഴിവതും ഒരു കാര്യം ചെയ്യുക, നമ്മൾ വീട്ടിലെ 1-2 ചെടിയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് ആഴ്ചയിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ തളിക്കുകയാണെങ്കിൽ ഈ റോസിലുണ്ടാകുന്ന ഈ കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിലേക്ക് പറയൂ. ഈ പ്രാണികള് വന്നിരുന്ന ഒരു തരം മുട്ട പോലൊരു അങ്ങനെയാണ് ആ ചെടിയിൽ പൂ നശിപ്പിക്കുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു കീടനാശിനി, ജൈവ കീടനാശിനി ഉപയോഗിക്കാം. ഇപ്പോൾ വിപണിയിലെല്ലാം വേപ്പ് അടിസ്ഥിതമായിട്ടുള്ള കീടനാശിനികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 0.1% വീര്യമുള്ള വേപ്പ് അടിസ്ഥിതമായിട്ടുള്ള കീടനാശിനികൾ ലഭ്യമാണ്. അത് അവശിഷ്ട വിഷാംശം വളരെ കുറവായിട്ടുള്ള കീടനാശിനികളാണ്. വേപ്പിൻ്റെ എണ്ണയും അതിലെ വേപ്പിൻ്റെ സത്തും ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അത് നീമസാൾ എന്ന് പറഞ്ഞ ഒരു സാധനം കിട്ടും. അങ്ങനെ ഒത്തിരി ജൈവ കീടനാശിനികൾ ഇപ്പം വിപണിയിൽ ലഭ്യമാണ്.
അതിലേതെങ്കിലും ഒന്ന് ഏകദേശം ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി 2 ആഴ്ച കൂടുമ്പോൾ ഈ റോസാ ചെടിയിൽ തളിക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള കീടങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഹലോ ലക്ഷ്മി, ഹലോ, സംശയം മാറിയല്ലോ? വിളിച്ചതിന് നന്ദി, വീണ്ടും വിളിക്കുക സർ. പറയാം. അപ്പൊ നമ്മുടെ വിഷയം ഇതാണ്, പനാമ വാട്ടം. അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആദ്യം തൊട്ട് തന്നെ, അതായത് നമ്മുടെ തൊട്ട് തന്നെ ചികിത്സ തുടങ്ങണം. അതായത് വാഴ കന്ന് കുഴിയിൽ നടുന്നതിന് മുമ്പ് തന്നെ ചികിത്സ തുടങ്ങണം. അതായത് മാണം നടുന്നതിന് മുമ്പ് തന്നെ മാടം നല്ലോണം ചെത്തി വൃത്തിയാക്കി അതിനെ ഒരു കുമിൾനാശിനി കൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് 2 ഗ്രാം ബാവസ്റ്റിൻ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി അരമണിക്കൂർ നേരം ഈ വാഴയുടെ മാണം മുക്കി വെച്ച് അതിനുശേഷം അതിനെ തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം നമ്മുടെ വാഴക്കുഴിയിലേക്ക് നടണം. അതാണ് ആദ്യത്തെ പ്രാരംഭ നിയന്ത്രണ മാർഗം. അതിനുശേഷം നമുക്ക് രോഗലക്ഷണങ്ങൾ കൃഷിയിടങ്ങളിൽ കാണുകയാണെങ്കിൽ അതിന് ഒഴിക്കേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്ന കുമിൾനാശിനി 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചുകൊടുക്കുക. രോഗമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണയായിട്ട് വെള്ളക്കെട്ട് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ രോഗം വളരെ രൂക്ഷമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വയൽ നികത്തി അവിടെ വാഴ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ വയലിൽ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് ഈ രോഗം വളരെ രൂക്ഷമായിട്ട് കാണുന്നത്. ആയതുകൊണ്ട് തന്നെ നല്ല നീർവാർച്ച ഉറപ്പുവരുത്തുക. ശരിക്കും നല്ല ബണ്ട് പൊക്കിയതിന് ശേഷം അതിൽ വാഴ നടുകയാണെങ്കിൽ നീർവാർച്ച ഉറപ്പുവരുത്താം. അങ്ങനെ നമുക്ക് ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. സർ, ഈ ഇത് വരാതെ പനാമ വാട്ടത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള എന്തെങ്കിലും വാഴ ഇനങ്ങളുണ്ടോ? അല്ല എല്ലാ വാഴയ്ക്കും ഇത് വരുന്നത്? മിക്കവാറുമുള്ള എല്ലാ വാഴകൾക്കുമുണ്ട്. പിന്നെ ഞാലിപ്പൂവിന് വളരെ കുറവാണ്, നിയന്ത്രണമൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നാടൻ വാഴ ഇനങ്ങൾ ഉണ്ട്. പാളയംകോടനും ഈ അസുഖം കണ്ടുവരുന്നുണ്ട്. പ്രതിരോധശേഷി വളരെ കുറവായിട്ടുള്ള ഇനങ്ങളാണിപ്പോൾ നമ്മുടെ നിലവിൽ. പക്ഷേ നമുക്ക് സാധാരണ ഈ രോഗം വളരെ രൂക്ഷമായിട്ട് കണ്ടുവരുന്നില്ല, അങ്ങിങ്ങായിട്ടേ ഇത് കണ്ടുവരുന്നുള്ളൂ. സർ, അതേപോലെ തന്നെ വാഴയ്ക്ക് ഇലപ്പുള്ളി വരാറുണ്ട്. വാഴത്തോട്ടങ്ങളിൽ നമ്മൾ കാണുകയാണെങ്കിൽ വ്യാപകമായിട്ട് ഇലകൾ പല ഡിസൈനിലുള്ള പുള്ളികൾ വരാറുണ്ട്. ഇതെല്ലാം ഒരു അണുവാണോ ഉണ്ടാക്കുന്നത്? അല്ല ഇതെല്ലാം പലതരമാണോ? ഇത് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? വാഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാഴയ്ക്ക് 2 തരത്തിലുള്ള ഇലപ്പുള്ളി രോഗങ്ങളാണ് കാണുന്നത്. ഒന്ന് കറുത്ത നീണ്ട വരയോടുകൂടിയും മറ്റത് മഞ്ഞ പുള്ളികളോടുകൂടിയും. അതിന് യെല്ലോ സിഗോട്ടോക എന്നും ബ്ലാക്ക് സിഗോട്ടോക എന്നും നമ്മൾ പറയാറുണ്ട്. ഏതായാലും കർഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഇലപ്പുള്ളി രോഗം തന്നെയാണ്. പക്ഷേ അത് നിയന്ത്രിച്ചില്ല എങ്കിൽ അത് വളരെ രൂക്ഷമായിട്ട് മറ്റ് ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റ് ഇലകളിലേക്കും പടരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കർഷകർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രോഗം വന്ന ഇലകളെ മുറിച്ച് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അത് കഴിവതും ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട നിയന്ത്രണ മാർഗം വെച്ചാൽ രോഗം രൂക്ഷമായിട്ട് കാണുന്ന ഇലകളെ മുറിച്ച് മാറ്റി കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുക. അതിനുശേഷം വേണം ഒരു നിയന്ത്രണ മാർഗം എടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ബോഡോ മിശ്രിതം നല്ലത് തന്നെയാണ്. ഉണ്ടാക്കാൻ സൗകര്യമുണ്ടെങ്കിൽ, കർഷകർക്ക് ഉണ്ടാക്കാൻ സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോഡോ മിശ്രിതം തളിച്ചാൽ മതി. ഇല്ല എങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ രോഗം വന്ന ഇലകളെ മുറിച്ചു മാറ്റിയതിന് ശേഷം മറ്റ് ഇലകളിൽ തളിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പുതിയ ഇനം ന്യൂ ജനറേഷൻ ഫംഗിസൈഡ് എന്ന് പറയും, അത്ര ന്യൂ അല്ല എങ്കിൽ പോലും ടിൽറ്റ് എന്ന് പറയുന്ന അതായത് അന്തർവ്യാപന ശേഷിയുള്ള കുമിൾനാശിനി നമ്മൾ തളിക്കുകയാണെങ്കിലും ഈ രോഗത്തെ, അതായത് ടിൽറ്റ് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കും. സർ, നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എറണാകുളത്ത് നിന്ന് ഉഷ. നമ്മുടെ വിഷയം അറിയാലോ? ചോദിച്ചോളൂ സംശയം. അതെ, ഈ ഡോക്ടർ മുളക് ചെടി നട്ട് പകുതി വളർത്തിയെത്തുമ്പോ ഇലകളുടെ അടിയിൽ വെള്ള നിറത്തിലുള്ള പാണ്ടുകൾ വന്നിട്ട് ചെടി നശിച്ചു പോകുന്നു. അതിന് നമ്മൾ എന്ത് മരുന്നാ ചെയ്യേണ്ടത്? ഇത് ശരിക്കും അത് രോഗമല്ല, അത് കീടങ്ങളാണ്. അതായത് മുളക് ചെടിയുടെ ഇലയുടെ അടിഭാഗത്തിരുന്ന് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ്, വെള്ളീച്ചകളാണ് സാധാരണയായിട്ട് മുളകുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് നീരൂറ്റി കുടിക്കുന്നത് കൊണ്ട് തന്നെ ആണ് ഇല ചുരുണ്ടു പോവുകയും അതിൻ്റെ നാമ്പ് അടഞ്ഞു പോവുകയും ചെയ്യും. ഇതിനെ ഒരു കീടനാശിനി പ്രയോഗം കൊണ്ട് തന്നെയാണ് ഇത് നിയന്ത്രിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേപ്പ അടിസ്ഥിതമായിട്ടുള്ള ജൈവ കീടനാശിനികൾ ഇപ്പം വിപണിയിൽ ലഭ്യമാണ്. അതിൽ ഏതെങ്കിലും ഒന്ന്
ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലയുടെ അടിഭാഗത്ത് പതിക്കത്തക്കവണ്ണം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ കീടത്തെ നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഇലച്ചുരുൾ രോഗം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഹലോ ഉഷ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. സർ, വാഴയുടെ തന്നെ നമുക്ക് വളരെ കർഷകർക്ക് പണ്ട് മുതലേ പേടിയുള്ള ഒരു രോഗമാണ് കുറുനാമ്പ് രോഗം. അതെ, എത്ര ആരോഗ്യമുള്ള വാഴയായാലും പെട്ടെന്ന് നാമ്പ് കുറുകുന്നു, നമുക്ക് ഒരു ഫലവും കിട്ടാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഈ കുറുനാമ്പ് രോഗം വരുന്നത്? കുറുനാമ്പ് രോഗം ഒരു വൈറസ് രോഗം തന്നെയാണ്. വാഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് ഏകദേശം ഒരു 4 വൈറസ് രോഗങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രോഗം തന്നെയാണ് ഈ കുറുനാമ്പ് രോഗം. ഇതൊരു വൈറസ് രോഗം തന്നെ. ഇതിനെ പരത്തുന്നത് കീടങ്ങളാണ്. അതായത് നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകൾ വാഴയിലുണ്ടാകും. അതാണ് ഈ പരത്തുന്നത്. അതായത് സാർ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊതുക് നമുക്ക് മനുഷ്യർക്ക് രോഗം പരത്തുന്നത് പോലെ തന്നെയാണ് സസ്യങ്ങളിലും വൈറസ് രോഗങ്ങൾ പരത്തുന്നത് കീടങ്ങൾ മുഖാന്തരമാണ്. വളരെ വാഴയുടെ ഇലയുടെ ഇലക്കവളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് ഈ രോഗം പരത്തുന്നത്. ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കീട നിയന്ത്രണം ഉറപ്പാക്കുക. രോഗം വന്ന സസ്യങ്ങളെ അല്ലെങ്കിൽ സസ്യഭാഗമല്ല സസ്യത്തെ മൂടോടെ വാഴയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാണത്തോടു കൂടി എടുത്ത് വേണം അതിനെ നശിപ്പിക്കാൻ. ഒന്നുകിൽ കമ്പോസ്റ്റ് ആക്കുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക. ചെയ്തതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള നിയന്ത്രണ മാർഗം എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതുകൂടാതെ തന്നെ ഇപ്പോൾ രോഗവിമുക്തമായിട്ടുള്ള വാഴത്തൈകൾ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ബയോടെക്നോളജി സെൻറ്ററിലും കാർഷിക സർവകലാശാലയിലും പല സെൻറ്ററുകളിലും ഇപ്പം വൈറസ് വിമുക്തമായിട്ടുള്ള വാഴക്കന്നുകൾ ലഭ്യമാണ് കർഷകർക്ക്. അപ്പോൾ അത് നടുകയാണ് ഏറ്റവും നല്ലത്. വാഴയുടെ ഏത് സമയത്തും രോഗം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ രോഗമില്ലാത്ത രോഗവിമുക്തമായിട്ടുള്ള വാഴക്കന്നുകൾ വാങ്ങിച്ച് നടുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. സാർ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളെ കുറിച്ച് സാർ ഇപ്പോൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് പല കർഷകരും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം, ഈ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾക്ക് ഒരിക്കലും രോഗം വരത്തില്ല എന്ന്. അത് ശരിയാണോ? അത് ഒരിക്കലും ശരിയല്ല. ടിഷ്യൂ കൾച്ചർ വാഴ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് എല്ലാ രോഗാണുക്കളെയും വിമുക്തമായിരിക്കും. പക്ഷേ അത് തിരിച്ച് നമ്മൾ പ്രധാന കൃഷിയിടങ്ങളിൽ നടുമ്പോൾ തീർച്ചയായിട്ടും ബാഹ്യമായിട്ട് വരുന്ന രോഗങ്ങളും കീടങ്ങളും അതിനും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഒരു ചെറിയൊരു രോഗപ്രതിരോധ ശേഷി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും മറ്റ് അസുഖങ്ങളില്ലാത്ത സ്ഥലത്ത് വേണം, അല്ലെങ്കിൽ രോഗമില്ലാത്ത സ്ഥലത്ത് വേണം ഇതിന് കൃഷി ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മറ്റ് വാഴയിൽ നിന്നും ഇതിലേക്കും വരാം. ഏത് സമയത്ത് വേണമെങ്കിലും, സസ്യത്തിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിലും ഏത് കീടങ്ങളും ഏത് രോഗങ്ങളും ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള സംരക്ഷണം നമ്മൾ മുൻകൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ നല്ലൊരു വാഴയും വാഴക്കൊലയും നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. സാർ, അതുപോലെ തന്നെ ഈ ടിഷ്യൂ കൾച്ചർ വാഴ കർഷകർ ഇങ്ങനെ നടുമ്പോൾ അതിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും വാഴകളുടെ നടുനാമ്പ് അഴുകി പോകുന്നുണ്ട്. അതേപോലെ തന്നെ അതിലെ പല ഡെഫിഷ്യൻസി സിംറ്റംസും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് പ്രധാനമായിട്ടും ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ അതിൻ്റെ മാണം വളരെ ചെറുതായിരിക്കും. ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും അതിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് അഴുകിപ്പോകുന്നത്. അതുകൊണ്ട് ശരിക്കും നല്ല നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിൽ ആദ്യം നടുക. സംരക്ഷണവും നമ്മൾ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കുമിൾനാശിനി പ്രയോഗം കൊടുക്കണം. അതിനെ ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വാഴക്കുഴിയിലേക്ക് നടാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സർ, അതുപോലെ തന്നെ ഇതിപ്പം ജൈവ കൃഷിയുടെ ഒരു കാലമാണ്. എല്ലാവർക്കും ജൈവ കൃഷിക്കാരായ മതി. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ രോഗത്തെ നിയന്ത്രിക്കാനുള്ള? ഇപ്പം നിലവിൽ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് ഇപ്പം നമ്മുടെ കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്ത സ്യൂഡോമോണാസ് ഫ്ലോറസെൻസിൻ്റെ എന്ന് പറയുന്ന ബാക്ടീരിയകളുണ്ട് രോഗങ്ങളെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ട്രൈക്കോഡെർമ വിരിഡെ അല്ലെങ്കിൽ ട്രൈക്കോഡെർമയുടെ പല ഫോർമുലേഷൻസും, അതായത് ടാൽക് ഫോർമുലേഷനും ഇപ്പം ലഭ്യമാണ്. ഇപ്പോൾ നമ്മുടെ കാർഷിക കോളേജിലും അല്ലെങ്കിൽ കാർഷിക സർവകലാശാല വഴി ഇപ്പം ഗവൺമെൻറ്റും കൃഷി വകുപ്പും ഇതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ജൈവ നിയന്ത്രണ മാർഗത്തിന് ഉപയോഗിക്കുന്ന ഒരെണ്ണം കുമിളാണ് ട്രൈക്കോഡെർമ എന്ന് പറയുന്ന കുമിളാണ്. അത് മിത്രക്കുമിളുകളാണ്. അതുപോലെ തന്നെ ബാക്ടീരിയയുണ്ട്. അത് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയും ഇതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജൈവ കൃഷിക്ക് വളരെ പ്രധാനമായിട്ട് നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന 2 മിത്ര കുമിളുകളാണ് ഈ ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ്. സാർ, നമുക്കൊരു കോൾ ഉണ്ട്, അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഫാത്തിമ അരീകോട്, മലപ്പുറത്ത് ഫാത്തിമ. ഓക്കെ, സംശയം ചോദിച്ചോളൂ സാറിനോട്. പറയൂ ഫാത്തിമ, പറയൂ. പയറിന്റെ വള്ളിയെ കോൽമേല് വടിമേല് കേറാനായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അത് പകുതിക്കുന്നാണ്ട് വാടി പോവാണ്. മരത്തിന് ഒരു പ്രശ്നമില്ല. താഴെ ചുവടിന് പ്രശ്നമൊന്നുമില്ല. ഇല്ല, ഒരു പകുതിക്കുന്നാണ്ട് വള്ളിയും ഇലയാണ് വാടി പോവാണ്. ഇതിന്റെ പ്രധാന കാരണം ഒരു കീടമാണ്. അത് വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ആ വാടിയ ഭാഗത്തിന്റെ ചുവട് ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു തണ്ട് തുരപ്പൻ അല്ലെങ്കിൽ തണ്ട് തുരന്ന് കയറുന്ന ഒരു വണ്ട് അല്ലെങ്കിൽ ഒരു പുഴു കാണും. അതാണ് അതിന്റെ പ്രധാന കാരണം. അത് ആദ്യം അത് മുറിച്ചു വിടുക, താഴെ നിന്നും പുതിയ വള്ളി വന്നുകൊള്ളും. ഇല്ല എങ്കിൽ അത് രോഗം രൂക്ഷമാകുകയാണെങ്കിൽ ഒരു കീടനാശിനി നമ്മൾ കൊടുക്കുന്നത് നന്നായിരിക്കും. അതായത് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, വേപ്പാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനി തളിച്ചാൽ മതി. സാധാരണയായിട്ട് ജൈവ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും തളിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രണം കിട്ടുകയുള്ളൂ. ഹലോ ഫാത്തിമ, വിളിച്ചതിന് നന്ദി. സർ, നമ്മൾ ട്രൈക്കോഡർമയെ കുറിച്ച് പറഞ്ഞു, സ്യൂഡോമോണസിനെ കുറിച്ച്. അപ്പൊ എനിക്കൊരു സംശയം, ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാമോ? സാധാരണയായിട്ട് നമുക്ക് ഓരോന്ന്, ഇപ്പം മണ്ണിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഈ കടച്ചീയൽ രോഗം ഇതേപോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ട്രൈക്കോഡർമ, അത് ചാണകത്തിൽ വംശവർദ്ധനവ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഇടുന്നത്. നേരിട്ട് ഇടാറില്ല. ചാണകപ്പൊടിയിലും ചാണകവും 9:1 എന്ന അനുപാതത്തിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്തതിന് ശേഷമാണ് ഈ ട്രൈക്കോഡർമയിട്ട് വംശവർദ്ധനവ് നടത്തിയിട്ടാണ് നമ്മൾ സസ്യങ്ങളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മണ്ണിൽ കൂടെ ഉണ്ടാകുന്ന കടചീയൽ രോഗം, അതുപോലെ തന്നെ വേരുചീയൽ രോഗം, അങ്ങനെയുള്ള രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ട്രൈക്കോഡർമ കൊണ്ട്. അതേസമയം ബാഹ്യമായിട്ട് മറ്റുള്ള ഇലപ്പുള്ളി രോഗം, ഇലകരിച്ചിൽ രോഗം, അങ്ങനെയുള്ള രോഗങ്ങൾക്കും നമുക്ക് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് ആണ് ഫോർമുലേഷൻ. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ കലക്കി ഇലയുടെ അടിഭാഗത്തും മേൽഭാഗത്തും പതിക്കത്തക്കവണ്ണം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗങ്ങൾ, ഇലകരിച്ചിൽ രോഗങ്ങൾ ഇവയെല്ലാം നമുക്ക് നിയന്ത്രിക്കാം. പക്ഷേ ഇത് ആദ്യ ദിശയിലാണ് ഇത് തളിക്കേണ്ടത്. രോഗം രൂക്ഷമാകുകയാണെങ്കിൽ മാത്രം നമുക്ക് മറ്റ് മാർഗങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. സർ, ഇത് എവിടെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും? എന്ത് വില വരും? ഇപ്പം ബയോ കൺട്രോൾ ഏജൻറ്റ്സ് സാധാരണയായിട്ട് ഇപ്പം കാർഷിക കോളേജിൽ നിന്നും വിൽക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ പാക്കറ്റായിട്ടാണ് കർഷകർക്ക് ലഭിക്കുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം 1 കിലോയ്ക്ക് 80 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പും ബയോ കൺട്രോൾ ലാബ് വഴിയും വിതരണം ചെയ്തു വരുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബയോ കൺട്രോൾ ഏജന്റും കൃഷി വകുപ്പിൻ്റെ കൃഷിഭവനിൽ കൂടെ തന്നെ ലഭ്യമാകുന്നുണ്ട്. സർ, ഒരു കോൾ ഉണ്ട്, അതിനുശേഷം വരാം. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്നാണ്? കൊല്ലത്ത് നിന്നും. ചോദിച്ചോളൂ സാറിനോട്. എന്റെ ചോദ്യം സാറേ, ഈ സകല ചെടികളായാലും ഇത്തിരി പയർവർഗ്ഗങ്ങളായാലും അതിന്റെ ഇല മൊത്തം ചെറിയ കൃഷ്ണങ്ങള് മുഴുവൻ കൃഷ്ണങ്ങളാണ്. എന്താണ് പ്രശ്നങ്ങളെന്ന് പറയൂ. ഇലപ്പുള്ളിയാണോ? ഇലപ്പുള്ളി മുഴുവൻ കൃഷ്ണ ഓരോ സൂചി കുത്തിയ കണക്കുള്ള ഓരങ്ങളാണ് മൊത്തം എല്ലാ ഇലയും സൂചി കുത്തിയത് മാതിരി ഉള്ള സുഷിരങ്ങളാണ്. അത് സാധാരണയായിട്ട് ഇല തളിരായിട്ടിരിക്കുന്ന സമയത്ത് കീടങ്ങൾ കുത്തുന്നത് കൊണ്ടാണ് ഇതേപോലുള്ള സുഷിരങ്ങൾ വരുന്നത്. ആയതുകൊണ്ട് തന്നെ ഇത് തൈ ആയിരിക്കുമ്പോൾ തന്നെ, പയർ തൈ ആയിരിക്കുമ്പോൾ തന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനി തളിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കും. ഹലോ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. സർ, പറയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കർഷകർ പലരും ഉണ്ടാവും. അപ്പോൾ പലരുടെയും തോട്ടങ്ങളിൽ പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ വെറ്റിനറി ഡോക്ടേഴ്സ് ഈ ഫീൽഡിൽ പോയി പശുക്കളെ ചികിത്സിക്കുന്നത് പോലെ ഈ നമ്മുടെ കാർഷിക വിളകളെ ഫീൽഡിൽ പോയി കണ്ട് ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പ്രതിവിധി എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ടോ? ഇപ്പം അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ദക്ഷിണ മേഖലയെ കേന്ദ്രീകരിച്ചിട്ടാണ്, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്ന ജില്ലകളിലാണ് സാധാരണയായിട്ട് ഇപ്പോൾ കർഷക സാന്ത്വനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ നിലവിലുണ്ട്. അത് കർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അവരുടെ കൃഷിയിടങ്ങളിൽ നേരിട്ട് പോയി അവരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം നടത്താനായിട്ട് ഉള്ള ഒരു മൊബൈൽ വണ്ടിയും അതിൻ്റെ കൂടെ ഉണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം നമ്മൾ അത് കർഷകരുടെ കൃഷിയിടങ്ങളിൽ പോയി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് ശുപാർശ അപ്പോഴേ തന്നെ കൊടുത്തിട്ട് വരുന്നൊരു സംവിധാനം ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ നിലവിലുണ്ട്. അതിന് കർഷക സാന്ത്വനം എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതിപ്പോഴും വെള്ളായണി കേന്ദ്രമാക്കിക്കൊണ്ട് അതിപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യമെങ്കിൽ മറ്റ് ജില്ലകളിലും അവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ പോകാറുണ്ട്.
അതിന് കർഷകർ കൃഷിഭവനിൽ സമീപിച്ചാൽ മതി. ആ കൃഷിഭവനിൽ അത് കൃഷിഭവനിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നേരിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള സാം ടി കുറുന്തോട്ടിക്കലിനെ നേരിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം പ്രോഗ്രാം ചോക്ക് ഔട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാം അനുസരിച്ചിട്ട് അതായത് ഓരോന്നിൻ്റെ മുൻഗണന ഇതനുസരിച്ചിട്ട് അവിടെ വിസിറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കർഷകർക്ക് വേണ്ട ആശ്വാസം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അതിനെ കർഷക സാന്ത്വനം പ്രോഗ്രാം എന്ന് പറയുന്നത്. സർ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെങ്ങ് കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പോൾ വിലയുള്ള ഒരു സാധനമാണ് കുരുമുളക്. കുരുമുളകിന് കടചീയലുണ്ട്, അതുപോലെ തന്നെ ക്വിക്ക് വെൽത്ത്, ദ്രുതവാട്ടം. അപ്പോൾ ഇതൊക്കെ രോഗമാണോ അല്ലെങ്കിൽ കീടമാണോ? അത് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ്? ശരിക്കും കുരുമുളകിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുരുമുളകിൻ്റെ പ്രധാനപ്പെട്ട രോഗം ചെഞ്ചു പറഞ്ഞതുപോലെ തന്നെ അത് ദ്രുതവാട്ടം എന്ന് പറയുന്നതും കടചീയൽ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. കട ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ ദ്രുതവാട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. കർഷകർ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതായത് എല്ലാ മഴയ്ക്ക് അതായത് കാലവർഷത്തിനും തുലാവർഷത്തിനും മുന്നോടിയായിട്ട് തന്നെ, അതായത് മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും കുരുമുളകിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബോഡോ മിശ്രിതം തന്നെയാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം. ഇത് രണ്ടും കുമിൾ രോഗമാണ്. അപ്പം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഇത് യഥാസമയം കുരുമുളക് വള്ളിയിൽ തളിക്കുകയാണെങ്കിൽ, അതായത് ഇലകളിലും ചുവട്ടിലും ഒഴിച്ചും കൊടുക്കണം ചെയ്യുകയാണെങ്കിൽ ഈ കടചീയൽ രോഗം നമുക്ക് അല്ലെങ്കിൽ ചുവട് ചീയൽ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാം. ഇതോടൊപ്പം തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് നമുക്ക് ബോഡോ മിശ്രിതം ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 0.2 അതായത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലകളിലും തണ്ടിലും അതുപോലെ തന്നെ വള്ളിയിലും അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും കുരുമുളകിലുണ്ടാകുന്ന ഇപ്പോൾ ഇലപ്പുള്ളി രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മണികൾ കരിയുന്ന രോഗങ്ങളുണ്ട്, പൊള്ളു അസുഖങ്ങളുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കൃഷി ദർശൻ പരിപാടിയുടെ സമയം ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. അതിനു മുന്നേയായി ഇന്നത്തെ അതിഥിയുടെ വിലാസം: ഡോക്ടർ കെ ഉമാമഹേശ്വരൻ, അസോസിയേറ്റ് ഡയറക്ടർ റിസർച്ച്, ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം RARS, തിരുവനന്തപുരം. ഫോൺ നമ്പർ 94 47 88 89 48. വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ കർഷകർക്കും പ്രേക്ഷകർക്കും വേണ്ടി ഇത്രയും സമയം വന്നിരുന്ന് അവരുടെ ചോദ്യങ്ങൾ ക്ഷമാപൂർവ്വം കേട്ട് ഉത്തരം പറഞ്ഞ ഡോക്ടർ കെ ഉമാമഹേശ്വരൻ സാറിന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഈ പരിപാടി കാണുകയും ഇവിടെ വിളിക്കുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നമസ്കാരം. यूरिया स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂൺ കൃഷിയിൽ പരിശീലനം, കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം, ക്ഷീര കർഷക സംഗമം. വെള്ളായണി കാർഷിക കോളേജിൽ പ്ലാൻ പത്തോളജി വിഭാഗത്തിൽ വെച്ച് ഈ മാസം 27, 28 തീയതികളിൽ കൂൺ കൃഷി പരിശീലന പരിപാടി നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ കൂൺ ഗവേഷണ വിഭാഗത്തെ സമീപിക്കാം. ഫോൺ നമ്പർ 0471 238 8042,
9446033030. മുഞ്ഞയും വരിയും ഇലപ്പുള്ളി രോഗവും മൂലം കൃഷി നശിച്ച കർഷകർക്ക് ഹെക്ടറിന് 30,000 രൂപ വീതം നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. 15,000 രൂപ വീതം 2 ഘട്ടങ്ങളിലായാണ് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ കൃത്രിമ മുട്ട വിപണിയിൽ ലഭ്യമാണെന്ന വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞു. വെറ്ററിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച സാമ്പിളുകളെല്ലാം പ്രകൃത്യാലുള്ള കോഴിമുട്ടയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾ ഭയപ്പെടേണ്ടതില്ലെന്ന് വെറ്ററിനറി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ അറിയിക്കുന്നു. തൊഴിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ സംരംഭക പോർട്ടലിന് വെറ്ററിനറി സർവകലാശാല രൂപം നൽകി. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.kvasuleap.in. ക്ഷീരവികസന വകുപ്പിന്റെയും പാമ്പാടി ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാമ്പാടി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം നാളെ മറ്റക്കര ഫാമിലി ചർച്ച് പാരിഷ് ഹാളിൽ നടത്തുന്നതാണ്. കന്നുകാലി പ്രദർശനം, ഗവ്യജാലകം, പൊതുസമ്മേളനം, ക്ഷീരവികസന സെമിനാർ, എക്സിബിഷൻ തുടങ്ങിയ വിവിധ പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടത്തുന്നതാണ്. കാരോട് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കെപ്കോ നടപ്പിലാക്കുന്ന കെപ്കോ വനിതാ മിത്രം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഈ മാസം 25-ാം തീയതി നടത്തുന്നതാണ്. മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാരോട് ഗ്രാമപഞ്ചായത്തിലെ 1000 വനിതകൾക്ക് 10 കോഴികൾ വീതം നൽകുവാനും തീരുമാനിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നീ വിഷയങ്ങളിൽ ഈ മാസം 26, 27, 28 തീയതികളിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1,500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9645420575. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ പൈനാപ്പിളിന്റെ വിവിധ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പോളിബാഗിൽ ഉള്ള തൈക്ക് 10 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048723734242. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9,100 രൂപ, കോഴിക്കോട് 10,400 രൂപ, തൃശൂർ 9,150 രൂപ, കൊപ്ര കൊച്ചി 6,205 രൂപ, കോഴിക്കോട് 6,350 രൂപ, തൃശൂർ 6,335 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,100 രൂപ, ഗാർബിൾഡ് 71,100 രൂപ. ചുക്ക മീഡിയം 12,750 രൂപ, ബസ് 14,250 രൂപ. മഞ്ഞൾ സേലം 9,400 രൂപ, ഈറോഡ് 9,600 രൂപ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,600 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 9,100 രൂപ, കൊപ്ര 6,205 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,100 രൂപ. ചുക്ക് മീഡിയം 12,750 രൂപ, ചുക്ക് ബെസ്റ്റ് 14,250 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 240-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 400-നും 450-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 600-നും 850-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 750 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,600 രൂപ. ഒട്ടുപാൽ 7,300 രൂപ, ലാറ്റക്സ് 7,300 രൂപ. കമ്പോള അവലോകനം. ദീപാവലിക്ക് മുൻപായി കുരുമുളകിന് ആഭ്യന്തര ഡിമാൻഡ് ഉയരുമെന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. ഉൽപാദന മേഖല ഉയർന്ന വിലയിൽ കണ്ണും നട്ട് ഉൽപ്പന്നം വിൽപ്പനയ്ക്കിറക്കുന്നത് നിയന്ത്രിച്ചിട്ടും മുളക് വില 2 ആഴ്ചയിൽ ഏറെയായി മാറ്റമില്ല. ഉത്സവ സീസണായതിനാൽ ഏലത്തിന് പതിവിലും ഡിമാൻഡ് ഉയർന്നു. ഹൈറേഞ്ചിൽ നിന്നുള്ള പുതിയ ചരക്ക് വരവ് ശക്തിയാർജിച്ചതിനിടയിലും കൂടിയ വിലയ്ക്കും ഉൽപ്പന്നം സ്വന്തമാക്കാൻ ലേലകേന്ദ്രങ്ങളിൽ ഇടപാടുകാർ മത്സരിച്ചു. ഇന്ന് മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 1,207 രൂപയിലാണ്.
റബ്ബറിന് നേരിട്ട വില തകർച്ച ലാറ്റക്സിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി. ചെറുകിട വ്യവസായികൾ ലാറ്റക്സ് സംഭരണം കുറച്ചതിനാൽ കിലോയ്ക്ക് 7,300 രൂപയിൽ ഇന്ന് വ്യാപാരം നടന്നു. നാളികേര ഉൽപ്പന്ന വിപണി നിർജ്ജീവമാണ്. കൊച്ചി, കോഴിക്കോട്, തൃശൂർ വിപണികളിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 25.5. കൊച്ചി 30.4, 24.1. ആലപ്പുഴ 34.8, 24.6. പുനലൂർ 32, 24.6. തിരുവനന്തപുരം 32.1, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.